ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. തുടർച്ചയായി ഇന്ന് 6ാമത്തെ ദിവസമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഇതുവരെ കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അനിഴ നക്ഷത്രമാണ്. 6 കൂട്ടം പൂക്കളാണ് ഇന്ന് നമ്മൾ ഇടുന്നത്. ഇന്ന് രാവിലെ ഞാൻ എണീക്കാനൊന്ന് ഇത്തിരി വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കളങ്ങളൊന്നും വരച്ചു കൊടുത്തിട്ടില്ല. അവർ ഇടുന്നത് പോലെ ഇടട്ടെ എന്ന് വിചാരിച്ച്. സാധാരണ അങ്ങനെ കളങ്ങൾ വരക്കാറില്ല, പക്ഷെ ഞാനൊന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് 4ാമത്തെ ദിവസം മുതലൊന്ന് കളം വരച്ചിട്ടത്. അപ്പോൾ അമ്മയും സാൻവിയും കൂടെ പൂക്കളം ഇടുന്ന തിരക്കിലാണ്. ഞാൻ അടുക്കളയിലാണ് ഉള്ളത്. ഇപ്പുറത്ത് വികക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഭവീച്ചാണ് രാവിലത്തെ കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാൻവി ഒരു കുമ്പിടിയെ പോലെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ സമയം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ അമ്മ എന്നെ വിളിച്ചിട്ട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാനും ഒന്ന് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു രീതിയിലുള്ളൊരു പൂക്കളം റെഡിയാക്കി വെച്ചു. പൂക്കൾ ഇടുന്നത് കൊണ്ട് തന്നെ ലാലോടിന് ഒരു ഇത്തിരി നേരത്തെ എണീക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ലാലോടിനാണ് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. ഞാൻ അടുക്കളയിലെ പണിയിലായിരിക്കും. അപ്പൊ ഞാൻ ലാലോടിനെ വിളിക്കും, ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് തരണേന്ന് പറഞ്ഞിട്ട് വേഗം എണീറ്റ് ഇതൊക്കെ എടുത്തു തരും കേട്ടോ. അപ്പൊ ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ഒരു പൂക്കളം റെഡിയാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പറയും പോലെ ഇന്നത്തെ വീഡിയോ ഒരു ഇത്തിരി ലോങ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് പുതിയ വിശേഷങ്ങൾ ഇതിൽ കാണാനുണ്ട്. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. അവിടെയുള്ള ഓണാഘോഷ പരിപാടികളൊക്കെ നിങ്ങൾ കാണണേ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പരമാവധി കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പൂക്കളം. വരക്കാതെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു പൂക്കളാണ് കേട്ടോ. ഇത് ഭവീച്ചിന്റെ പൂക്കളം. ഇന്ന് ഞങ്ങൾക്ക് ചായക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് സാമ്പാർ വെച്ചത്. സാധാരണ അമ്മയാണ് സാമ്പാർ വെക്കുന്നത്. ഇന്ന് എനിക്ക് ഭവീച്ച് ഒരു റെസിപ്പി പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കി നോക്കിയൊരു സാമ്പാറാണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, എന്നാലും രസമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വസുദേവിനെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ സാരി ഉടുക്കുന്നത് ടു റിസ്ക് ഗൈസ്. അതുകൊണ്ട് സാരി വേണ്ട, നോർമൽ കുർത്ത മതി എന്ന് വിചാരിച്ചിട്ട് ഒരു കുർത്തിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എവിടേക്കാ പോകുന്നതെന്ന് വെച്ചാൽ, സാധാരണ എല്ലാവർക്കും കോളേജിലും സ്കൂളിലും ജോലി സ്ഥലത്തും ഒക്കെ ഓണാഘോഷ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. എന്നെ പോലത്തെ വീട്ടമ്മയായ ഒരാൾക്ക് എവിടെയും ഓണാഘോഷ പരിപാടികളില്ല. അങ്ങനെയാണ് ഞങ്ങൾക്കൊരു കോള് വരുന്നത്. വേറെ ആരുടെയല്ല, സുന്ദരമാഷിന്റെയാണ്. ഞായറാഴ്ച ഡാൻസ് ക്ലാസ്സിൽ ഒരു ഓണാഘോഷ പരിപാടിയുണ്ട്, വരണം എന്ന് പറഞ്ഞിട്ട്. കേൾക്കേണ്ട താമസം ഞങ്ങൾ ഓടിച്ചെല്ലില്ലേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാൻ നോക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി, സാൻവിനെയും ഒന്ന് ഒരുക്കി കൊടുത്ത്. കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. സാൻവി ഫോക്ക് ഡാൻസ് പഠിക്കുന്നത് സുന്ദരമാഷിന്റെ അടുത്തുനിന്നാണ്. ഇപ്പൊ കുറച്ച് പോകുന്നൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ടൊന്നും സാൻവി പോകുന്നില്ല. ഏതെങ്കിലും പരിപാടി വരുന്ന സമയത്ത് പോയിട്ട് പഠിക്കും. പക്ഷെ മാഷ് നമുക്ക് ആദ്യം ഫാമിലി ആയിട്ട് അറിയാവുന്നതാണ്, നല്ല ബന്ധമാണ്. അപ്പൊ ഞങ്ങൾ 4 കൂടെ വണ്ടിയിൽ പോവാണ്. വികമോളും ഉണ്ട്. വികമോള് ട്യൂഷനും കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കോളും. പോകുന്ന വഴിയിൽ ഇത് നമ്മളുടെ പഴയ ഹൈവേ റോഡാണ്. അപ്പൊ അതുവഴിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ അമ്മമാരുടെ മ്യൂസിക്കൽ ചെയർ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സുന്ദരമാഷിനെ ആർക്കൊക്കെ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ വടകരയുള്ള എല്ലാവർക്കും ഒരുവിധം അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് അവിടുത്തെ കലാപരിപാടികളുടേതാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. എന്തിനാ കൊടുക്കുന്നേ? അപ്പ അവിടെ കൂടുതൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഒറിജിനൽ വോയിസ് റിമൂവ് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവറും മ്യൂസിക്കും ആഡ് ചെയ്യുന്നത്. അവിടെ കൂടുതലും കുട്ടികളുടെ പരിപാടികളും പാരന്റ്സിന്റെ പരിപാടികളും ഓണക്കളികളും ഒക്കെ ആയിരുന്നു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ എന്നെ പോലെ വേറെ ഓണാഘോഷ പരിപാടികളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് നല്ലൊരു ഓണാഘോഷ പരിപാടിയായിട്ടാണ് എനിക്കിന്ന് തോന്നിയത്.
കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഓണക്കളിയിൽ പങ്കെടുക്കുന്നത്. വേറൊന്നുമല്ല, ലെമൺ സ്പൂണ്. പങ്കെടുത്ത പരിപാടിയിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കിട്ടിയിട്ടില്ല. എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്ത് ഓടി അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും സമ്മാനം കിട്ടിയല്ലോ, അത് മതി. പിന്നീട് സാൻവി സുന്ദരിക്ക് പൊട്ടുകുത്താൻ പോകുന്നതാണിത്. സുന്ദരി എവിടെയോ, അവളുടെ പൊട്ട് എവിടെയോ, എന്താ കഥ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ അവിടുത്തെ ഓണക്കളികള്. എല്ലാരും കൂടെ അടിച്ചു പൊളിച്ചൊരു ഓണാഘോഷമായിരുന്നു കേട്ടോ ഇന്ന്. ഇന്ന് അവിടെ സ്കോർ ചെയ്ത പരിപാടികളിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി ഇതായിരുന്നു ഗൈസ്. നമ്മുടെ ചേട്ടന്മാരുടെ മ്യൂസിക്കൽ ചെയർ. ഇതിന്റെ ഒറിജിനൽ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷെ നമുക്കത് വെക്കാൻ നിർവാഹമില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നീടുള്ളത് സമ്മാനദാനാണ്. അപ്പൊ എനിക്കും കിട്ടി സമ്മാനമൊക്കെ. പിന്നെ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സുന്ദരമാഷ് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന ഒരു പരിപാടി അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ പിന്നീട് അവിടെയുള്ള കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പിന്നീട് നമുക്കുള്ളത് ഓണസദ്യയാണ്. പിള്ളേരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കഴിച്ചത്. വസുവിന് ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ അവിടുന്ന് വാരിക്കൊടുത്ത് അതിനുശേഷം വസു അവിടുന്ന് ഉറങ്ങിപ്പോയി. ലാലോട്ടിനൊക്കെ കലവറയിലാണ് ഉള്ളത്. ഞങ്ങളെല്ലാവരും ഇരുന്ന് സദ്യയൊക്കെ കഴിച്ച് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. നല്ല സദ്യയൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾ ഇത്രയൊക്കെ തന്നെയാണ്. ഇനിയും വേറെ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും ഞങ്ങളുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.